ആണ് പോയത്. ആരിഫ് മുഹമ്മദ് ഖാൻ വന്നതിന് ശേഷം അദ്ദേഹത്തിന് ഒരു പൊളിറ്റിക്കൽ അംബീഷൻ ഉണ്ടായിരുന്നു. ആ പൊളിറ്റിക്കൽ അംബീഷന്റെ ഭാഗമായിട്ട് തന്നെയാണ് അദ്ദേഹം ഈ ഏറ്റുമുട്ടലിനൊക്കെ തയ്യാറായിട്ടുള്ളത്. ഇപ്പൊ ജഗ്ദീപ് ധൻഖറിന്റെ കാര്യം അറിയാലോ. ഇപ്പൊ ജഗ്ദീപ് ധൻഖർ എന്ന് പറയുന്ന നമ്മുടെ ഉപരാഷ്ട്രപതി, അദ്ദേഹം ബംഗാൾ ഗവർണറായിരിക്കുന്ന സമയത്ത് മമതാ ബാനർജിയെ അദ്ദേഹത്തിന്റെ സർക്കാരിനെ പരമാവധി പ്രതിസന്ധിയിലാക്കിയിട്ടുള്ള ഒരാളായിരുന്നു. അദ്ദേഹമാണ് പിന്നീട് രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതിയായി ഉയർത്തപ്പെട്ടത്. അപ്പം ഇത്തരത്തിലുള്ള മാതൃകകളൊക്കെ ആരിഫ് മുഹമ്മദ് ഖാനെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാവും. എന്തായാലും അദ്ദേഹവും വളരെ ശക്തമായി തന്നെ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, SFIക്കാരുമായിട്ട് തെരുവിൽ ഏറ്റുമുട്ടിയ ഒരു ഗവർണറാണല്ലോ. അങ്ങനെയൊന്നും നമ്മൾ ഗവർണർമാരെ കേരളത്തിൽ കണ്ടിട്ടില്ല. ഏതായാലും അത്തരത്തിലൊക്കെയുള്ള ഫൈറ്റുകൾ നടത്തിയതിന് അദ്ദേഹത്തിൻ്റെ ഒരു അംഗീകാരം എന്തായാലും ഇപ്പോൾ കിട്ടിയിരിക്കുന്നു. ബീഹാറിൻ്റെ ഗവർണറാകുക എന്ന് പറഞ്ഞ ചെറിയൊരു കാര്യമല്ല. അദ്ദേഹത്തിന് NDA നേരത്തെ സുജയ് പറഞ്ഞതുപോലെ NDA ഭരിക്കുന്ന സ്ഥലമാണ് ബീഹാർ. ഇനിയിപ്പോൾ ഉടനെ തന്നെ അടുത്ത വർഷം സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സ്ഥലമാണ് ബീഹാർ. പൊളിറ്റിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഒരു സ്ഥലത്ത് ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ ഒരാളെ ഗവർണറായിട്ട് നിയമിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു പ്രൊമോഷനാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം. എല്ലാ ചേഞ്ചസും വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണെന്ന് തോന്നുന്നു. മണിപ്പൂരിലേക്ക് വിടുന്നത് മുൻ ആഭ്യന്തര സെക്രട്ടറിയാണ്. മുൻ ആഭ്യന്തര സെക്രട്ടറി അജയ് കുമാർ ഭല്ലയാണ് മണിപ്പൂർ ഗവർണറാകുന്നത്. ജനറൽ VK സിംഗ് മിസോറാം ഗവർണറാകുന്നു. ഡോക്ടർ ഹരിബാബു കമ്പട്ടി ഒഡീഷ ഗവർണർ. ഇത്രയുമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ. VK സിംഗിന് ഇപ്രാവശ്യം വലിയൊരു പരാതി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തില്ല എന്നുള്ളതായിരുന്നു. ജനറൽ VK സിംഗ് എന്ന് പറഞ്ഞാൽ രാജ്പുട്ട് നേതാവാണ്. ഉത്തർപ്രദേശിൽ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാൻ 5 ലക്ഷത്തിന് മേൽ വോട്ട് ഭൂരിപക്ഷത്തിൽ ജയിച്ചുകൊണ്ടിരുന്ന ആളാണ് ജനറൽ VK സിംഗ്. അപ്പോൾ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാതിരുന്ന ഒരു വലിയ വിവാദമായിരുന്നു. പക്ഷേ അദ്ദേഹം ഇപ്പോൾ നന്നായി പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ അർത്ഥത്തിലൊരു ഈ പറഞ്ഞ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗും ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിലെ ഗവർണറായിട്ട് പോകുമ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ ഈ മുസ്ലിം വോട്ട് വളരെ പ്രധാനമാണ്. ആ മുസ്ലിം വോട്ട് എന്ന് പറയുന്നത് എപ്പോഴും RJDയുടെ കുത്തകയാണ്. അതായത് ലലു പ്രസാദ് യാദവിൻ്റെ കൂടെയാണ് അവിടുത്തെ മുസ്ലിം വോട്ട്. നമുക്കറിയാമല്ലോ, രഥയാത്ര കടന്നു പോകുന്ന സമയത്ത് LK അദ്വാനി അറസ്റ്റ് ചെയ്തതോടുകൂടി മുസ്ലിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട നേതാവായിട്ട് ലലു പ്രസാദ് യാദവ് മാറിയിട്ടുണ്ട്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ആ സാഹചര്യത്തിൽ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ ഒരാളെ അങ്ങോട്ടേക്ക് നിയമിക്കുമ്പോൾ അതും നിശ്ചയമായും ഒരു വലിയ രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ തന്നെ സൂചനയാണ് നൽകുന്നത്. ശരി.